ഹായ് കൂട്ടുകാരെ, ബീസ് ട്രാവൽ വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കർണാടകയിലെ അഗംബയിലേക്കാണ്. പശ്ചിമഘട്ടത്തിലെ ഒരു ചെറിയൊരു ഗ്രാമം, 500ഓളം ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം, ഒരു സുന്ദര ഗ്രാമം. ഞാൻ ഇവിടേക്ക് വന്നത് പാലക്കാടൻ ടീം ഷീബാനന്ദുവിൻ്റെ കൂടെയാണ്. അടിപൊളി യാത്രയാണ് അവർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾക്ക് യാത്രയിലൂടെ നീളം കിട്ടിയത്. ഈ അഗംബയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണിത്. വർഷം മുഴുവനും നൂല് പോലെയുള്ള മഴ പെയ്യുമെങ്കിലും മൺസൂൺ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ സമയം. എന്ന് വെച്ച് നല്ല കനത്ത മഴയിൽ റോഡ് പൊട്ടി തടസ്സം ഉണ്ടാകുന്നതുകൊണ്ട് കഠിന മഴയത്ത് ഇങ്ങോട്ടേക്ക് വരാനും മെനക്കെടരുത്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്ന ഇവിടെ എന്നും മഴയും അതുപോലെ നല്ല തണുപ്പും കിട്ടുന്നത് കൊണ്ടാവണം രാജവെമ്പാലകൾ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട് അഗംബയിലേക്ക്. ഓരോ 15 മിനിറ്റ് കൂടുന്തോറും മംഗലാപുരത്ത് നിന്ന് ഇവിടത്തേക്ക് ബസ്സുണ്ടെന്നാണ് ഒരു ദേശവാസി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വീടുകളും ചെറിയ ഹോട്ടലുകളും ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഭക്ഷണം കയ്യിൽ കരുതുന്നതായിരിക്കും ബെസ്റ്റ്. അതുപോലെ തന്നെ അധികം വാഹനങ്ങളില്ലാത്ത ഈ റോഡിലൂടെയുള്ള രാത്രി യാത്ര ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പതിനാല് ഹെയർപിൻ വളവുകളുള്ള ഈ റോഡിൻ്റെ 2 വശത്തും വലിയ മരങ്ങൾ തണൽ വിരിച്ച കാഴ്ച കാണാൻ നല്ല രസമാണ്. അഗംബയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമുക്ക് കാണാനുള്ളത് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങൾ, കോട്ടകളും വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിൻറ്റുകളും അതൊക്കെ നമുക്ക് അഗംബയിൽ കാണാൻ സാധിക്കും. അവയെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായി പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ അഗംബയുടെ പ്രവേശന കവാടവും കഴിഞ്ഞ് ആ കൊച്ചു ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. മാൽഗുഡി ഡേയ്സിൻ്റെ അവകാശി RK നാരായൺ നമ്മുടെ മുന്നിലെത്തിച്ച കസ്തൂരിയക്കയുടെ സ്വന്തം വീടും കഴിഞ്ഞ് നമ്മൾ അഗംബ എന്ന കുഞ്ഞു ഗ്രാമത്തിൽ ബസാറിലെത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ഇതാണ് നമ്മുടെ അഗംബയുടെ കുഞ്ഞു ബസാർ. നമുക്കിവിടെ എല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട്. തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്.